വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നബൂഖദ്നേസർ ജെറുസലേമിൽ കർത്താവിൻ്റെ ഭവനത്തിൽ നിന്ന് കൊണ്ടുവന്ന് തൻ്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ വെച്ചിരുന്ന പാത്രങ്ങൾ സൈറസ് രാജാവ് എടുത്തുകൊണ്ടുവന്നു. കർത്താവിൻ്റെ ആലയം നിർമ്മിക്കുന്നതിൻ്റെ മേൽനോട്ടം വഹിക്കാൻ 20 അതിനുമേലും പ്രായമുള്ള ലേവ്യരെ നിയോഗിച്ചു. കർത്താവിൻ്റെ ഭവനത്തിന് ശിലാസ്ഥാപനം ശില്പികൾ നിർവഹിച്ചപ്പോൾ വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ പുരോഹിതന്മാർ കാഹളങ്ങളും കൈത്താളങ്ങളുമായി കർത്താവിനെ സ്തുതിച്ചു. കർത്താവിൻ്റെ ആലയം പണിയുന്നത് മുടക്കാനായി യൂദയായുടെയും ബെഞ്ചമിൻ ഗോത്രക്കാരുടെയും പ്രതിയോഗികൾ അന്നത്തെ പേർഷ്യ രാജാവായിരുന്ന അർത്താക്സസിന് കത്തെഴുതി ദേവാലയ നിർമ്മാണം നിർത്തിവെപ്പിച്ചു. ദാരിയൂസ് രാജാവിൻ്റെ ഭരണകാലം വരെ ദേവാലയത്തിൻ്റെ പണി മുടങ്ങിക്കിടന്നു. ദാരിയൂസ് രാജാവ് ദേവാലയം പണിയാൻ അനുമതി നൽകുകയും പ്രവാചകന്മാരായ ഹഗായി, സക്കാറിയ എന്നിവരുടെ ആഹ്വാനമനുസരിച്ച് യൂദാശ്രേഷ്ഠന്മാർ പണി ത്വരിതപ്പെടുത്തി. പുരോഹിതന്മാരും ലേവ്യരും മടങ്ങിയെത്തിയ മറ്റു പ്രവാസികളും ഉൾപ്പെട്ട ഇസ്രായേൽ ജനം അത്യാഹ്ലാദപൂർവ്വം ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം ആഘോഷിച്ചു. മോശയുടെ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് ജെറുസലേമിൽ ദൈവശുശ്രൂഷ ചെയ്യാൻ പുരോഹിതന്മാരെ ഗണമനുസരിച്ചും ലേവ്യരെ തവണയനുസരിച്ചും നിയമിച്ചു. പുരോഹിതന്മാരും ലേവ്യരും ഒരുമിച്ച് തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു. ശുദ്ധരായി തീർന്ന അവർ തങ്ങൾക്കും സഹപുരോഹിതന്മാർക്കും പ്രവാസത്തിൽ നിന്ന് മടങ്ങിയെത്തിയ എല്ലാവർക്കും വേണ്ടി പെസഹ കുഞ്ഞാടിനെ കൊന്നു. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ അവർ 7 ദിവസം സന്തോഷപൂർവ്വം ആചരിച്ചു. കർത്താവ് അവരെ ആഹ്ലാദഭരിതരാക്കുകയും ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ ആലയം നിർമ്മിക്കുന്നതിൽ സഹായിക്കാൻ അസറിയ രാജാവിൻ്റെ ഹൃദയം അനുകൂലമാക്കുകയും ചെയ്തു. പേർഷ്യ രാജാവായ അർത്താസക്സിൻ്റെ ഭരണകാലത്ത് എസ്ര ബാബിലോണിൽ നിന്ന് പുറപ്പെട്ടു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നൽകിയ മോശയുടെ നിയമത്തിൽ അവഗാഹമുള്ളവനായിരുന്നു എസ്ര. ദൈവമായ കർത്താവിൻ്റെ കരം അവൻ്റെ മേലുണ്ടായിരുന്നതിനാൽ അവൻ ആവശ്യപ്പെട്ടതെല്ലാം രാജാവ് അനുവദിച്ചു. രാജാവ് എസ്രായോട് കൽപ്പിച്ചു, എസ്ര, നിന്റെ ദൈവത്തിൽ നിന്ന് നിനക്ക് ലഭിക്കുന്ന ജ്ഞാനമനുസരിച്ച് നദിക്കക്കരെയുള്ള ദേശത്തെ ജനത്തിന് ന്യായപാലനം നടത്താൻ നിങ്ങളുടെ ദൈവത്തിൻ്റെ നിയമം അറിവുള്ളവരിൽ നിന്ന് ന്യായാധിപന്മാരെ നിയമിക്കുകയും നിയമപരിജ്ഞാനമില്ലാത്തവരെ അത് പഠിപ്പിക്കുകയും ചെയ്യുക. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.